ശ്രീ പ്രമോദ് പുഴങ്കര, നമ്മളിപ്പോൾ ഈ അന്താരാഷ്ട്ര സമൂഹം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്, അന്താരാഷ്ട്ര നിയമങ്ങളും കൺവെൻഷനുകളും മര്യാദകളും എല്ലാവരും പാലിക്കണം എന്നൊക്കെയാണ് പൊതുവെയുള്ള സങ്കല്പം. ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു വർഷം മാത്രം എടുക്കൂ, എവിടെയൊക്കെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് നോക്കൂ. ഗാസ എന്ന് പറയുന്ന വളരെ ചെറിയ ഭൂപ്രദേശത്ത് സിവിലിയന്മാരെ നിർദ്ദയം ബോംബിട്ട് കൊല്ലുന്നു. 60,000-ലധികം മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. നിരവധി ആളുകൾ, കുഞ്ഞുങ്ങൾ അവിടെ പോഷകാഹാരമില്ലാതെയും ആഹാരമില്ലാതെയും മരിക്കുന്നു. 18,500 കുട്ടികൾ അവിടെ മരിച്ചു വീഴുന്നു. ഈ അന്താരാഷ്ട്ര സമൂഹത്തിൽ ചെറിയ അനക്കങ്ങളല്ലാതെ ഒന്നും ഉണ്ടായില്ല. ഇതേ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നു, ഇതേ ഇസ്രയേൽ ലെബനനെ ആക്രമിക്കുന്നു, ഇതേ ഇസ്രയേൽ യമനിൽ ഹൂത്തികളെ ആക്രമിക്കുന്നു, ഇപ്പോൾ ഇതാ ഖത്തറിനെയും ആക്രമിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര ബൗണ്ടറികളോ അന്താരാഷ്ട്ര മര്യാദകളോ അന്താരാഷ്ട്ര കൺവെൻഷനുകളോ ഒന്നും ബാധകമല്ല എന്ന മട്ടിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുകയും നടത്തിക്കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യുകയാണ്. അപ്പോഴും അന്താരാഷ്ട്ര സമൂഹം എന്ത് പ്രതികരിച്ചു ഇല്ല എന്നൊക്കെയുള്ള ചർച്ചകളും നടക്കുന്നു. ഈ പറയുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊക്കെ എന്ത് വില എന്നൊരു ചോദ്യം പ്രസക്തമാണല്ലോ. അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്നതിന് ഇസ്രായേലിന് ഏറ്റവും തുടക്കം തൊട്ട് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഉണ്ടാക്കിയെടുക്കുകയും, അതായത് ഇല്ലാത്തൊരു രാജ്യമാണല്ലോ, അതിനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ യൂറോപ്യൻ ശക്തികളാണ്. ഇതിനെ ഉണ്ടാക്കിയെടുക്കുകയും അതിനെ തുടർച്ചയായിട്ട് ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന പ്രദേശത്ത്, അല്ലെങ്കിൽ മധ്യേഷ്യ എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്ത് അവിടെ ഇത്തരം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതിനെ ഗുരുതരമായ രീതിയിൽ ആ പ്രദേശത്തിൻ്റെ മുഴുവൻ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റിയെ ബാധിക്കുന്ന തരത്തിൽ കൊണ്ട് നടത്തുകയും ചെയ്യുന്നത് അമേരിക്കയും യൂറോപ്പുമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വമാണ് അതിൻ്റെ പിന്നിൽ. വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ നേരിട്ട് ലംഘിക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി അമേരിക്കയും ഇസ്രായേലും യൂറോപ്പും ചേർന്ന് ലംഘിക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ എന്ന് കൂടി പറയേണ്ടി വരും. യൂറോപ്പ് അതിൽ നിന്നും ചില അവസരങ്ങളിലൊന്നും മാറി നിൽക്കാൻ ശ്രമിക്കുകയും പുറത്തേക്കുള്ളൊരു വാചകം വഴിയൊക്കെ ഇപ്പോൾ നേരത്തെ ഈ ഫ്രാൻസും UK ഒക്കെ പറയുന്ന പോലെയുള്ള ചില മനുഷ്യാവകാശ വാചകടികളൊക്കെ ചിലപ്പോൾ പറയുമെങ്കിൽ പോലും തത്വത്തിൽ അവർ ഇസ്രായേലിനൊപ്പമാണ് വളരെ കൃത്യമായിട്ട് എല്ലാ കാലത്തും നിൽക്കുകയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ റൈറ്റ് ടു സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേലിന് എന്ന് പറഞ്ഞിട്ട് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തിൻ്റെ പേരിൽ ഈ യൂറോപ്പും അമേരിക്കയും കൂടി ചെയ്യുന്നത് കൃത്യമായിട്ടും പലസ്തീൻ്റെ നിലനിൽക്കാനുള്ള അവകാശത്തെയാണ് ഇല്ലാതാക്കുന്നത്. പലസ്തീനാണ് ഉണ്ടായിരുന്നത്, ഇസ്രായേൽ ഉണ്ടായിരുന്നില്ല. ബാൽഫർ പ്രഖ്യാപനം മുതൽ ഇല്ലാത്തൊരു രാജ്യത്തെ സയനിസ്റ്റുകൾക്ക് ദാനം ചെയ്യുന്നതിന് തങ്ങളുടേതല്ലാത്ത ഒരു ഭൂപ്രദേശത്ത് സയനിസ്റ്റുകൾക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ദാനം ചെയ്യുന്നതിന് ബ്രിട്ടൻ തയ്യാറായി എന്നുള്ളത് ഓട്ടോമൻ എംപയറിൻ്റെ തകർച്ചയ്ക്കൊക്കെ ശേഷമുള്ള ആ ഒരു ലോക സാഹചര്യത്തിൽ ബ്രിട്ടൻ വേറൊരു സ്ഥലത്ത് നിന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്കിങ്ങനെ ഞങ്ങളൊരു രാജ്യം തരാമെന്ന്. എവിടെ? പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ബ്രിട്ടനാണ്. അതിനുശേഷം 1948 ഈ 47-48 UN ഇതിനെ വിഭജിച്ച് ഇസ്രായേൽ ഉണ്ടാക്കുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ ഇന്ത്യ അതിനെ പിന്തുണച്ചില്ല. ഇന്ത്യ അതിനെ എതിർത്തൊരു രാജ്യമായിരുന്നു ഇന്ത്യ. തുടർന്ന് ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതിലുള്ള അത് ഇൻസിഡൻ്റലി ഞാൻ പറയാം, ഇന്ത്യ നയതന്ത്ര ബന്ധമല്ല ഇസ്രായേലുമായിട്ട് തുടക്കം തൊട്ടുണ്ടാക്കിയിരുന്നു. ഇസ്രായേലിനെ അംഗീകരിച്ചെങ്കിലും 92-ലാണ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഫുൾ ഫ്ലെഡ്ജായിട്ട് തുടങ്ങുന്നത്. അത് അമേരിക്കയുമായിട്ട് ഇന്ത്യ ഉണ്ടാക്കുന്ന പുതിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുണ്ടാക്കുന്നത്. അന്ന് 53-ൽ തൊട്ട് തുടങ്ങുന്നത് കോൺസുലർ റിലേഷൻസ് ആണ്. ഇവിടുത്തെ അവരുടെ പൗരന്മാരെയും ഒക്കെ സഹായിക്കുന്നതിനുള്ള കോൺസുലർ റിലേഷൻസ് ആണ്. ഇന്ത്യ പലസ്തീനെ പലസ്തീൻ്റെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചപ്പോൾ ഈ കോൺസുലർ സർവീസ് നിർത്താൻ പോലും അവർ തയ്യാറായപ്പോൾ അത് നിർത്തിപ്പോക്കോട്ടെ എന്നാണ് ഇന്ത്യ എടുത്ത നിലപാട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുകയും ഇപ്പോൾ അന്താരാഷ്ട്ര കോടതിയും അന്താരാഷ്ട്ര സമൂഹവും ജനസൈഡ് എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള അളവിൽ ആളുകളെ പട്ടിണിക്കിട്ട്, ഒരു പ്രത്യേക വിഭാഗത്തിലെ ആളുകളെ പട്ടിണിക്കിട്ടും യുദ്ധം ചെയ്തും ഒരു ജനതയെ, ഒരു പ്രത്യേക ജനവിഭാഗത്തെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ജനസൈഡ്. ഈ വംശഹത്യ നടത്തുന്നതിന് അവരെ സഹായിക്കുന്നത് മുഴുവൻ അമേരിക്കയാണ്. നിരന്തരമായി ഇപ്പോഴും ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UK പറയുന്നത് എന്താ? ഞങ്ങൾ ഇസ്രായേലിന് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടല്ല ഈ വംശഹത്യ നടത്തുന്നത് എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു എന്നാണ് ബ്രിട്ടീഷ് സർക്കാർ പാർലമെന്റിനും അവിടുത്തെ പൗരസമൂഹത്തിനും കൊടുക്കുന്ന ഉറപ്പ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇറാനെതിരെയാകട്ടെ, അത് സിറിയക്കെതിരെയാകട്ടെ, അവിടെയുള്ള മറ്റ് രാജ്യങ്ങൾക്കെതിരെയാകട്ടെ, വളരെ കൃത്യമായിട്ട് ആ പ്രദേശത്തെ ഡീസ്റ്റബിലൈസ് ചെയ്യുന്നതിനും തങ്ങളുടെ കോർപ്പറേറ്റുകളുടെയും തങ്ങളുടെ കച്ചവടത്തിൻ്റെയും മിലിറ്ററിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി അമേരിക്കയും യൂറോപ്പും നൽകുന്ന ശക്തമായ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഈ അന്താരാഷ്ട്ര നിയമങ്ങളെ നഗ്നമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു കാര്യം കൂടി ഇപ്പോൾ ഇന്ത്യ ഈ ചർച്ചയിലേക്ക് വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ത്യ
നരസിംഹറാവുവിൻ്റെയൊക്കെ ഗ്ലോബലൈസേഷനൊക്കെ ഒപ്പം നിന്ന കാലം മുതൽക്ക് അതിനുശേഷം വളരെ വ്യക്തമായി നരേന്ദ്രമോദിയുടെയും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ വന്നത് മുതൽക്ക് ഇന്ത്യ ഈ വംശഹത്യക്കൊപ്പമാണ് തത്വത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ നിലപാട് വളരെ പിന്തിരിപ്പനായി മാറുകയും ഇസ്രായേലിനൊപ്പം നിൽക്കുകയും അമേരിക്കയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു നിലപാടായി മാറുകയും ചെയ്തത്.